ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ടേസ്റ്റി ആയിട്ട് ഒരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറഞ്ഞ ടൈമിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മറ്റൊന്നുമല്ല കേട്ടോ, ബ്രെഡ് വെച്ചിട്ടൊരു വടയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡൊന്ന് കളയണ്ട കേട്ടോ, ചെറിയ ചെറിയ പീസായിട്ട് മിക്സി ജാറിൽ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മിക്സി ജാറിൽ തന്നെ പൊടിച്ചെടുക്കണമെന്നില്ല കേട്ടോ, നമുക്ക് കൈകൊണ്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൈകൊണ്ട് തന്നെ ഇത് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇനി ചേർക്കുന്നത് 1/3 കപ്പ് അളവിൽ 1 കപ്പ് തൈരാണ് ചേർക്കുന്നത്. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറുജീരകം ചേർക്കുന്നുണ്ട്. 2-3 പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. 2 തണ്ട് വേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 1 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ് ഇതുകൂടെ ചേർത്ത് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്യാതെയാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. എനിക്കപ്പോൾ കറക്റ്റ് വടയുടെ കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. പുളിയുള്ള തൈരയ്ക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചല്ലേ ചേർക്കുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചുള്ള വെള്ളം കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. കൂടാതെ തന്നെ ഇതിലേക്ക് കുരുമുളകും ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ കുരുമുളക് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സ്ട്രക്ചറിലായിരിക്കണം ഇതിരിക്കേണ്ടത്. അതായത് നമ്മൾ വടയുടെ ഷേപ്പ് ആക്കി എടുക്കുമ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത പരുവായിരിക്കണം. ഇനി നമുക്ക് വട റെഡിയാക്കാം. അതിന് മുന്നേ കയ്യിൽ കുറച്ച് എണ്ണയോ വെള്ളമോ എന്തെങ്കിലും ഒന്ന് തടവണം. അതിനുശേഷം ഇതിൽ നിന്ന് ചെറിയൊരു പോർഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ഉഴുന്നുവടയൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യില്ല അതുപോലെ തന്നെ ഒത്തിരി കട്ടി കുറച്ച് പരത്തണ്ട കേട്ടോ. പരത്തിയതിന് ശേഷം സെൻറ്ററിലായിട്ട് ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം. എല്ലാ മാവും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഓയിലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വടയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബ്രെഡ് കൊണ്ടുള്ള വടയായതുകൊണ്ട് തന്നെ ഫ്രൈ ചെയ്ത് കോരിമാറ്റിയതിന് ശേഷം ഇതിൻ്റെ കളർ ഒന്നുകൂടെ ഡാർക്കാവും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇത് എണ്ണയിൽ നിന്ന് കോരിമാറ്റണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രെഡ് വട റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് വടയാണെന്ന് ആരും പറയില്ല കേട്ടോ. ഇത് കഴിച്ചു നോക്കിയാലും ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല, അത്രയ്ക്ക് സൂപ്പറാണ്. ചമ്മന്തിയുടെ കൂടെയോ ചട്നിയുടെ കൂടെ ഒക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുമ്പോൾ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.